आज की हिंदी कक्षा में सभी को स्वागत है. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മഞ്ചരി പരിണയം എന്ന ഖണ്ഡത്തിലെ തും മേരെ കോൻ ഹോ ആണ് പഠിച്ചു കഴിഞ്ഞത്. ഇന്ന് നാം പുതിയ ഖണ്ഡത്തിലേക്ക് കടക്കുകയാണ്. ഖണ്ഡത്തിൻ്റെ പേരാണ് സൃഷ്ടി സങ്കല്പ്. സൃഷ്ടി സങ്കല്പ് എന്ന് പറയുന്ന ഈ ഖണ്ഡത്തെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സൃജൻ സംഗിനി, ആദിമബായ, കേളിസഖി. അതിലെ സൃഷ്ടി സങ്കല്പത്തിലേക്ക് നമുക്ക് കടക്കാം. സൃഷ്ടി സങ്കല്പം എന്ന് പറഞ്ഞാൽ സൃഷ്ടി എന്ന് പറഞ്ഞാൽ തന്നെ ദ ക്രിയേഷൻ, നാച്ചുർ, നിർമ്മാൺ, രചന എന്നൊക്കെ അർത്ഥമുണ്ട്. പ്രകൃതി, നിർമ്മാണം, രചന. ഈ സൃഷ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈശ്വരനാണ്. അല്ലെങ്കിൽ ഈ പ്രകൃതി സൃഷ്ടിച്ചിരിക്കുന്നത് ഈശ്വരനാണ്, കൃഷ്ണനാണ്. നമുക്ക് സൃജൻ സംഗിനിയിലേക്ക് കടക്കാം. സൃജൻ സംഗിനി എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ പങ്കാളി. ആരാണോ സൃഷ്ടിച്ചത്, ആരാണോ ഈ പ്രകൃതി സൃഷ്ടിച്ചിരിക്കുന്നത്, ഈ പ്രകൃതിയിലെ ഓരോ കണങ്ങളും സൃഷ്ടിച്ചിരിക്കുന്നത്, പ്രകൃതിയിൽ ഓരോ ദിവസവും അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങളായിട്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും പ്രകൃതി പഴയതിലേക്ക് പോകുന്നു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് പ്രകൃതിയിൽ കാണാൻ സാധിക്കും. അതൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈശ്വരനാണ്. ആ സൃഷ്ടിയുടെ പങ്കാളിയാണ് സംഗിനി എന്ന് പറയുന്നത്. അതായത് കൃഷ്ണൻ്റെ പങ്കാളി. കൃഷ്ണനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഓരോന്ന് മാറ്റങ്ങൾ പ്രകൃതിയിൽ കൊണ്ടുവരുന്നു. അതിനൊക്കെ പങ്കാളിയാണ് രാധ. രാധ സൃഷ്ടിക്ക് പ്രേരക ശക്തി है. സൃഷ്ടി से संहारतक രാധ കൃഷ്ണ के साथ है. അതുപോലെ തന്നെ സൃഷ്ടി, സ്ഥിതി, സംഹാരത്തിലും പരമബ്രഹ്മമാണ് കൃഷ്ണൻ. ആ കൃഷ്ണൻ്റെ കൂടെ എന്നും രാധയും കൂട്ടിനുണ്ട്. രാധാ കൃഷ്ണ के साथ जन्म जन्मांतरों का अटूट संबंध है. സൃഷ്ടി സംഗിനിയായിട്ട് രാധയെ ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നു. നമുക്ക് കവിതയിലേക്ക് കടക്കാം. सुनो मेरे प्यार, ये खाल की अनंत पगडंडी पर अपनी अनथक यात्रा तय करते हुए सूरज और चंदा, बहते हुए अंधड़, गरजते हुए महासागर, झंकारों में नाचती हुई पत्तियाँ, धूप में खिले हुए फूल और चांदनी में सरकती हुई नदियाँ, इनका अंतिम अर्थ आखिर है क्या? केवल तुम्हारी इच्छा? और वह क्या केवल तुम्हारा संकल्प है, जो धरती में सौंधापन बनकर व्याप्त है, जो जड़ों में रस बनकर खींचता है, कोंबलों में फूटता है, पत्तों में हरियाता है, फूलों में खिलता है, फलों में गदरा आता है. നമുക്കിതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് കടക്കാം. സുനോ മേരെ പ്യാർ, കേൾക്കൂ എൻ്റെ പ്രിയനെ അല്ലെങ്കിൽ സ്നേഹമേ. കൃഷ്ണനെ സംബോധന ചെയ്തുകൊണ്ട് രാധ പറയുകയാണ്, യെ കാൽ കി അനന്ത് പകഡണ്ടി പർ, കാലത്തിൻ്റെതായ നടപ്പാതയിലൂടെ, അപ്പനി അനന്തക് യാത്ര തൈ കർത്തേ ഹുയെ സൂരജ് ഒരു ചന്ത, ഒരു മടുപ്പവുമില്ലാതെ, അനന്തക് എന്ന് പറഞ്ഞാൽ ഒരു മടുപ്പവുമില്ലാതെ യാത്ര തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സൂര്യനും ചന്ദ്രനും, സൂരജ് ഒരു ചന്ത, ബഹ്ത്ത് ഹുയെ അന്തട്, അതുപോലെ തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാറ്റ്. അന്തട് എന്ന് പറഞ്ഞാൽ കാറ്റാണ്. കാറ്റ് വീശുക എന്ന് ഇവിടെ താരതമ്യം ചെയ്തിരിക്കുന്നത് ബഹനയായിട്ടാണ്, ഒഴുക്കാണ്. കാറ്റിനെ ഒഴുക്കായിട്ടാണ് ഇവിടെ കവി പറയുന്നത്. അതുപോലെ ഗർജിത്തെ ഹുയെ മഹാസാഗർ, ഗർജിച്ചു കൊണ്ടിരിക്കുന്ന മഹാസമുദ്രം. ജങ്കാരോമേ നാച്തു ഈ പത്തിയാം, അതുപോലെ തന്നെ കാറ്റിലെ ആ ശക്തി കൊണ്ട്, കാറ്റിൻ്റെ വീശൽ കൊണ്ട് നൃത്തമാടുന്ന ഇലകൾ, പത്തിയാം ഇലകൾ. ധൂപ്പ് മേ കിലെ ഹുയെ ഫൂൽ, അതുപോലെ വെയിലത്ത് വിരിയുന്ന പുഷ്പം. ഓർ ചാന്ദിനിമേ സരക്തി ഹുയി നദിയാം, അതുപോലെ തന്നെ നിലാവുള്ള രാത്രി, തിളങ്ങുന്ന, സരക്തി എന്ന് പറഞ്ഞാൽ ചമക്തി എന്നാണ് അർത്ഥം, തിളങ്ങുന്ന നദികൾ. ഇൻക അന്തിമർത്ത് ആക്കിർ ഹേ ക്യാ, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് എന്നാണ് രാധ കൃഷ്ണനോട് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മടുപ്പില്ലാതെ സൂര്യനും ചന്ദ്രനും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു കാലത്തിൻ്റെ അനന്തമായ നടപ്പാതയിലൂടെ? അതുപോലെ തന്നെ കാറ്റ് ഒഴുകിക്കൊണ്ടിരിക്കുന്നു, മഹാസമുദ്രം ഗർജിക്കുന്നു, അതുപോലെ കാറ്റ് ഇലകൾ നൃത്തമാടുന്നു, വെയിലത്ത് പുഷ്പങ്ങളൊക്കെ വിരിയുന്നു.
നിലവുള്ള രാത്രിയിൽ നദികളൊക്കെ തിളങ്ങുന്നു. അപ്പോൾ ഇതൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്നാണ്. ഇതൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈശ്വരനാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് കണ്ണനോട് രാധ ചോദിക്കുകയാണ്. അവസാനാർത്ഥം കേവൽ തുമാരി ഇച്ഛ, ഇതൊക്കെ നിൻ്റെ ആഗ്രഹങ്ങളാണോ എന്ന് രാധ ചോദിക്കുന്നു. ഓർ വഹ് ക്യാ കേവൽ തുമാര സങ്കല്പ ഹേ, ഇതൊക്കെ നിൻ്റെ ദൃഢനിശ്ചയങ്ങളാണോ? സങ്കല്പം എന്ന് പറഞ്ഞാൽ ദൃഢനിശ്ചയം. ജോ ധർത്തി മേ സോന്താപ്പൻ ഭൻകർ വ്യാപ്ത ഹേ, എന്താണോ ഭൂമിയിൽ സുഗന്ധം ആയിട്ട് വ്യാപിച്ചിരിക്കുന്നത്. സോന്താപം എന്ന് പറഞ്ഞാൽ സുഗന്ധമാണ്. ധർത്തിയിൽ സുഗന്ധമായി വ്യാപിച്ചിരിക്കുന്നതാണോ ഇതിൻ്റെയൊക്കെ അർത്ഥം? അതുപോലെ ജോ ജഡോമേ രസ് ബൻകർ ഖീഞ്ചത്താ ഹേ, വേരുകളിൽ രസം നിറയ്ക്കുന്നതാണോ? കീഞ്ചന വലിച്ചെടുക്കുക, നിറയ്ക്കുക. കോമ്പലോമേ ഫുഡ്ത്ത ഹേ, അതുപോലെ തളിരില. കോമ്പലം എന്ന് പറഞ്ഞാൽ തളിരിലകളാണ്. തളിരിലകളൊക്കെ പൊട്ടി മുളയ്ക്കുന്നത്. അതുപോലെ പത്തോമേ ഹരിയാത്ത ഹേ, പച്ചപ്പ് നിറയ്ക്കുന്നത്, ഇലകളിൽ പച്ചപ്പ് നിറയ്ക്കുക. ഫൂലോമേ ഖിൽത്ത ഹേ, പൂക്കൾ വിരിയുക. ഫലോമേ ഗദ്ര ആത്ത ഹേ, പഴങ്ങളൊക്കെ പാകമാവുക. ഗദ്ര എന്ന് പറഞ്ഞാൽ പാകമാവുക, പക്ന എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ പ്രകൃതിയിൽ നടക്കുന്നതൊക്കെ നിൻ്റെ ആഗ്രഹങ്ങളാണോ എന്ന് ചോദിക്കുകയാണ് ആര്? രാധാകൃഷ്ണനോട്. നിൻ്റെ തന്നെ തീരുമാനമാണോ ഇതെല്ലാം നടക്കുന്നത് എന്നാണ് രാധ കൃഷ്ണനോട് ചോദിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അന്തിമാർത്ഥം എന്താണ്? ഭൂമിയിൽ സുഗന്ധം വ്യാപിച്ചിരിക്കുന്നതും വേരുകളിൽ രസം നിറയ്ക്കുന്നതും തളിരില പൊട്ടിമുളയ്ക്കുന്നതും ഇലകളിൽ പച്ചപ്പ് നിറയുന്നതും പൂക്കുല വിരിയുന്നതും ഫലോമേ ഗദ്രാത്ത ഹേ, പഴങ്ങളൊക്കെ പാകമാകുന്നു. ഇതൊക്കെ പ്രകൃതിയിലെ ഈ ഓരോ മാറ്റങ്ങളും ഒക്കെ നിൻ്റെ ആഗ്രഹങ്ങളാണോ, നിൻ്റെ സങ്കല്പങ്ങളാണോ? ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്നാണ് രാധ ചോദിക്കുന്നത്. അടുത്ത ഭാഗത്തേക്ക് കടക്കാം. യദി ഇസ് സാരെ സൃജൻ വിനാശ് പ്രവാഹ് और अविराम जीवन प्रक्रिया का अर्थ केवल तुम्हारी इच्छा है, तुम्हारा संकल्प, तो ज़रा यह तो बताओ मेरे इच्छा में कि तुम्हारी इस इच्छा का, इस संकल्प का अर्थ कौन है? അതുപോലെ തന്നെ രാധ ചോദിക്കുകയാണ്, യദി ഈ സാരെ സൃജൻ വിനാശ് പ്രവാഹം, അങ്ങനെയാണെങ്കിൽ ഈ സൃഷ്ടിയും, സൃജനം എന്ന് പറഞ്ഞാൽ സൃഷ്ടി, ഈ വിനാശവും പ്രവാഹവും ജീവിതത്തിൻ്റെ മൂന്ന് പ്രക്രിയയിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നു പോകുന്നത്. സൃജൻ, വിനാശ്, പ്രവാഹം. ഓർ അവിരാം ജീവൻ പ്രക്രിയ, ഇതൊക്കെ വിരാമമില്ലാത്ത, അന്ത്യമില്ലാത്ത ജീവിതത്തിൻ്റെ പ്രക്രിയകളാണ്. ഇതിൻ്റെയൊക്കെ അർത്ഥം കേവൽ തുമാരി ഇച്ഛ, ഇതിൻ്റെയൊക്കെ അർത്ഥം നിൻ്റെ ആഗ്രഹങ്ങളാണോ? തുമാര സങ്കല്പമാണോ? നിൻ്റെ ദൃഢനിശ്ചയമാണോ? तो ज़रा ये तो बताओ मेरे इच्छा में, അങ്ങനെയാണെങ്കിൽ പറയൂ ആഗ്രഹമേ, कि तुम्हारी इस इच्छा का, ഈ ഇച്ഛാമയത്തിൻ്റെ അല്ലെങ്കിൽ ഈ ആഗ്രഹത്തിൻ്റെ, ഈ ദൃഢനിശ്ചയത്തിൻ്റെ, ഈ സങ്കല്പക്ക അർത്ഥ കോൻ ഹെ, ഇതിൻ്റെയൊക്കെ അർത്ഥം ആരാണ് എന്ന് രാധ ചോദിക്കുകയാണ്. സൃഷ്ടിയുടെ പങ്കാളി എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളിലും സജീവമായി നിലകൊള്ളുമെന്ന് രാധാകൃഷ്ണന് ഇവിടെ ഉറപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ അർത്ഥം, ആ സൃഷ്ടിയുടെയൊക്കെ പിന്നിൽ രാധയുമുണ്ട് കൂട്ടിന് എന്നാണ് രാധ ഇവിടെ അർത്ഥമാക്കുന്നത്. ഇതിൻ്റെയൊക്കെ അർത്ഥം രാധയാണ് എന്ന് കൃഷ്ണൻ പറയണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഇവിടെ രാധയ്ക്ക്. അടുത്ത ഭാഗം നോക്കാം. കോൻ ഹേ വഹ് ജിസ്കി खोज में तुमने काल की आनंद पगडंडी पर सूरज और चांद को भेज रखा है. അതാരാണ്? കാലത്തിൻ്റെ അനന്തമായ പാതയിലൂടെ ചന്ദ്രനെയും സൂര്യനെയും അയച്ചിരിക്കുന്നു. ആരെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്? അതാരാണ്? ആരെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് നീ കാലത്തിൻ്റെ അനന്തമായ നടപ്പാതയിലൂടെ സൂര്യനെയും ചന്ദ്രനെയും അയച്ചിരിക്കുന്നത്? ആരെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്? കോൻ ഹെ ജിസെ തുമ്നെ ജഞ്ചാ കി ഉധാം സുറോ മേ പുക്കാരെ ഹെ, ആരെയാണ് നീ ജഞ്ചാ കി ഉധാം, ജഞ്ച എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ്, ഉധാം സ്വരോമേ ഭയങ്കര സ്വരത്തിൽ വിളിച്ചത്? ആരെയാണ് വിളിക്കുന്നത്? അതാരാണ്? കോൻ ഹെ ജിസ്കെ ലിയെ തുമ്നെ മഹാസാഗർ കി ഉഥാൽ ഭുജായെ ഫൈലാ ദി ഹെ, അതാരാണ്? ആർക്ക് വേണ്ടിയിട്ടാണ് നീ മഹാസമുദ്രത്തിൻ്റെ ഉഥാൽ എന്ന് പറഞ്ഞാൽ കൈകളാണ്,
ഉയർന്ന കൈകൾ, ഊഞ്ചി ഉത്താരണം ഊഞ്ചി ഭുജായ എന്ന് പറഞ്ഞാൽ കൈകൾ, ഉയർന്ന കൈകൾ പരത്തിയിരിക്കുന്നത്, വിരിച്ചിരിക്കുന്നത്. മഹാസാഗരത്തിൻ്റെ ഉയർന്ന കൈകൾ വിരിച്ചിരിക്കുന്നത് അതാർക്ക് വേണ്ടിയിട്ടാണ്? അതാരാണ്? കോൻ ഹെ ജിസ്കി ആത്മാക്കോ തുമ്നെ ഫൂൽ കി തര കോൽ ദിയാ ഹെ. അതാരാണ്? അവരുടെ ആത്മാവിനെ നീ പുഷ്പം പോലെ വിടർത്തിയിരിക്കുന്നു. ആത്മാവ് പുഷ്പം പോലെ വിടർത്തിയിരിക്കുന്നു. और कौन है जिसे नदियों जैसे तरल घुमाव दे देकर तुमने तरंग मालाओं की तरह अपने कंठ में वक्ष पर कलायों में लपेट लिया है. അതുപോലെ ആരെയാണ് നീ നെഞ്ചോട് ചേർത്തിരിക്കുന്നത്? ഇപ്രകാരം നദികളെ പോലെ വളഞ്ഞ് പുളഞ്ഞ്, തരൽ ഘുമാവ് എന്ന് പറഞ്ഞാൽ ടേൺ ചെയ്യുക, ഇങ്ങനെ തിരിഞ്ഞ് വളഞ്ഞ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നദികൾ. തുമ്നെ തരംഗ് മലാവും കിത്തർ, അതുപോലെ തിരമാലകളെ പോലെ ഇങ്ങനെ പുഴ ഒഴുകി അവസാനം സമുദ്രത്തിലെത്തുന്നു. സമുദ്രം തിരമാലയായിട്ട് മാറിയിട്ട് അപ്പനെ കണ്ടുമേ, തൻ്റെ കഴുത്തിലും, വക്ഷുപർ നെഞ്ചിലും, കലായോമേ കൈത്തണ്ടയിലും, ലപ്പേട്ട്ലിയ ഹെ ചുറ്റി വളഞ്ഞിരിക്കുന്നത്. നദിയെപ്പോലെ തിരമാല കൊണ്ടുള്ള മാല കൈകളിലും കഴുത്തിലും ഒക്കെ ചുറ്റിയിരിക്കുന്നു. അതാരാണ്? ബഹുമേഹും മേരെ പ്രിയതം, ബഹുമേഹും അത് ഞാനാണ് പ്രിയതമ, അത് ഞാനാണ് എന്ന് രാധ ഇവിടെ പറയുകയാണ്. അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. और यह समस्त सृष्टि रह नहीं जाती, लीन हो जाती है जब मैं प्रगाढ़ वासना, उधाम क्रीड़ा और गहरे प्यार के बाद तक कर तुम्हारी चंदन बाहों में अछेद बेसुध सो जाती हूँ. और ये സമസ്ത സൃഷ്ടി रह नहीं जाती, ഈ സമസ്ത നീ സൃഷ്ടിച്ചിരിക്കുന്ന ഈ പ്രക്രിയകളൊന്നും നിലനിൽക്കില്ല എന്ന് രാധ പറയുന്നു. ലീൻ ഹോ ജാത്തി, എല്ലാം ലയിച്ച് ഇല്ലാണ്ടാവും. ജബ് മേ പ്രഗാഢ വാസന ഉധാം ക്രീഡ ഒരു ഗഹരെ പ്യാർ കെ ബാദ്, എപ്പോഴാണ് ഇതൊക്കെ ഇല്ലാണ്ടാവുന്നത്? എപ്പോഴാണോ ഞാൻ പ്രഗാഢ വാസനയിൽ, കാമലീലയാണ് പ്രഗാഢ വാസന എന്ന് പറഞ്ഞാൽ, ഉധാം ക്രീഡ എന്ന് പറഞ്ഞാൽ പ്രേമലീല, ഈ പ്രേമലീലയും കാമലീലയിലൊക്കെ ലയിച്ചു ചേരുന്ന സമയത്ത് ഞാൻ ഗഹരെ പ്യാർ കെ ബാദ്, വളരെ ഡീപ്പായിട്ടുള്ള സ്നേഹത്തിന് ശേഷം, അവർ തമ്മിലുള്ള ഡീപ്പായിട്ടുള്ള കാമലീലയ്ക്കും പ്രേമലീലയുടെയൊക്കെ ശേഷം, തക്കർ തുമാരി ചന്ദൻ ബാഹവുമേ, ഞാൻ വളരെ ക്ഷീണിച്ച് നിൻ്റെ ചന്ദന കൈകളിൽ അച്ഛേത്, ചേതനമറ്റ എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത ശരീരം പോലെ, ബേഹോഷ് ഹോക്കർ, ബേസുദ് എന്ന ബേഹോഷ് ഹോക്കർ സോജാത്തി, എപ്പോഴാണ് ഞാൻ ബോധരഹിതയായിട്ട് നിൻ്റെ ചന്ദന കൈകളിൽ ഉറങ്ങുക, ആ സമയത്ത് ഈ സമസ്ത സൃഷ്ടിയും നിലനിൽക്കില്ല, ഒക്കെ ലയിച്ചു ചേരും എന്നാണ് രാധ പറയുന്നത്. യഹ് നിഖിൽ സൃഷ്ടി ലയ് ഹോ ജാത്തി, ഈ സമ്പൂർണ്ണ സൃഷ്ടി ഇല്ലാതാകുന്നു, ലയിച്ചു ചേരുന്നു. അതായത് ഇവിടെ കവി സൂചിപ്പിക്കുന്നത് പ്രളയത്തെയാണ്. എപ്പോഴാണോ രാധയും കൃഷ്ണനും പ്രേമലീലയിലും കാമലീലയിലൊക്കെ ലയിച്ച് ഉറങ്ങി പോകുന്നത്, ആ സമയമാണ് പ്രളയത്തെ സൂചിപ്പിക്കുന്നു, പ്രകൃതിയിലെ ഓരോ മാറ്റത്തെ സൂചിപ്പിക്കുന്നു. और मैं प्रसुप्त സജ്ഞാശൂന്യ ഒരു ചാര ഒരു ഗഹര അന്തേര ഒരു സുനാപ്പൻ, അതുപോലെ ഞാൻ പ്രസുപ്ത് ഉറങ്ങും, സജ്ഞാശൂന്യ ബോധരഹിതയായിരിക്കുന്ന സമയത്ത്, ഉറങ്ങുന്ന സമയത്ത്, ഒരു ചാര ഒരു ഗഹര അന്തേര ഒരു സുനാപ്പൻ, 4 ഭാഗത്തും ഡീപ്പായിട്ടുള്ള അന്ധകാരവും സൂനാപ്പൻ ശൂന്യതയും, ഒരു മജ്ബൂറൊക്കെ വളരെ നിസ്സഹായതയായിട്ട്, തും ഫിർ ഉസി ഗഹരെ പ്യാർ കോ ദുഹറാനെ കെ ലിയെ മുझे ആദി രാത് ജഗാത്തെ ഹോ, ആ ശൂന്യതയിൽ നിസ്സഹായതയായിട്ട് ഞാനിങ്ങനെ ഉറങ്ങുന്നു, നീ വീണ്ടും എന്നെ ആ ഡീപ്പായിട്ടുള്ള സ്നേഹത്തിലേക്ക്, ആ പ്യാറിലേക്ക്, ദുഹ്റാനയ്ക്കിലെ വീണ്ടും ആവർത്തിക്കാൻ വേണ്ടിയിട്ട്, മുझे ആദി രാത് ജഗാത്തെ ഹോ, എന്നെ അർദ്ധരാത്രിയിൽ വീണ്ടും നീ എന്നെ ഉണർത്തുന്നു. और आहिस्ते से ममता से और मैं फिर जागती हूँ, संकल्प की तरह, इच्छा की तरह, അതുപോലെ പതുക്കെ അഹിസ്ത എന്ന് പറഞ്ഞാൽ സ്ലോലി, മമത എന്ന് പറഞ്ഞാൽ സ്നേഹത്താൽ നീ എന്നെ ഉണർത്തുന്നു, ഞാൻ വീണ്ടും ഉണരുന്നു. സങ്കല്പിക്കിത്തര, സങ്കല്പം പോലെ, അതുപോലെ ആഗ്രഹം പോലെ, ഇച്ഛാക്കിത്തര, സൃഷ്ടിയുടെ ക്രമം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ പ്രളയമാണ്, പ്രളയം കഴിഞ്ഞ് വീണ്ടും രാധ ഇവിടെ ഉറങ്ങുമ്പോൾ സ്നേഹം ആവർത്തിക്കാൻ
രാധയെ വീണ്ടും സാവധാനം ഉണർത്തുന്നു, വീണ്ടും ഉണർത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഉണർത്തലൊക്കെ നിൻ്റെ ആഗ്രഹം, ഈ തീരുമാനം സൃഷ്ടിക്ക് വേണ്ടി പുനരാരംഭിക്കാനാണ് എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. വീണ്ടും പുനരാരംഭിക്കുക. और लो वह आधी रात का प्रलय शून्य सन्नाटा, फिर कामते हुए गुलाबी जिस्मों, गुनगुने स्पर्शों, कसती हुई बाहों, अस्फुट सीकारों, गहरी सौरभ भरी उसासों और अंत में एक सार्थक शिथिल मौन से आबाद हो जाता है रचना की तरह, सृष्टि की तरह। और मैं फिर तक कर सो जाती हूँ अछेद संज्ञाहीन, और फिर वहीं चारों ओर फैला गहरा अंधेरा और अताह सुनापन, और तुम फिर मुझे जागते हो. और लो वह आधी रात का प्रलय शून्य सनाട്ട, അതുപോലെ തന്നെ അർദ്ധരാത്രി, വീണ്ടും അർദ്ധരാത്രി, പ്രളയശൂന്യ സനാട്ട, നിശബ്ദത, ശൂന്യത. ഫിർ കാംതെ ഹുയെ ഗുലാബി ജിസ്മോ, വീണ്ടും വിറച്ചുകൊണ്ടിരിക്കുന്ന റോസാപ്പൂവിനെ പോലുള്ള ജിസ്മോ, ശരീരം. ഗുൻഗുനെ സ്പർശം എന്ന് പറഞ്ഞാൽ കോരിത്തരിപ്പിക്കുന്ന സ്പർശനം, കൃഷ്ണൻ്റെ സ്പർശനം. എവിടെ? രാധയുടെ റോസാപ്പൂ പോലുള്ള ശരീരത്തിൽ. കസത്തി ഹുയി ബാഹോ, ആലിംഗനം ചെയ്ത കൈകൾ, കൃഷ്ണൻ്റെ ആലിംഗനം ചെയ്ത കൈകൾ. കസത്തി എന്ന് പറഞ്ഞാൽ ആലിംഗനം ചെയ്യുക. അസ്ഫുട് സ്വീകാരം, ആ സമയത്തുണ്ടാകുന്ന അസ്പഷ്ടമായ, അസ്ഫുട് എന്ന് പറഞ്ഞാൽ അസ്പഷ്ടമായ, സിത്കാരം എന്ന് പറഞ്ഞാൽ സ്വരം. കൃഷ്ണൻ വന്നിട്ട് റോസാപ്പൂവിനെ പോലെയുള്ള ശരീരത്തെ ആലിംഗനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം പുറപ്പെടുവിക്കുക. ഇവിടെ കൃഷ്ണൻ്റെയും രാധയുടെയും മിലനാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അവർ ആ പ്രേമത്തിൽ മുഴുകിയിരിക്കുന്നു, വീണ്ടും അവസാനിപ്പിക്കുന്നു, അത് വീണ്ടും തുടങ്ങുന്നു. പ്രകൃതിയിലെ മാറ്റങ്ങൾ എപ്രകാരമാണ് അതുപോലെ തന്നെ. ഗഹരി സൗരഭ് ഭരി ഉസാസോ, ആ സമയത്ത് വളരെ ഡീപ്പായിട്ടുള്ള സൗരഭ് എന്ന് പറഞ്ഞാൽ സുഗന്ധം, ഭരി ഉസാസം, സുഗന്ധം നിറഞ്ഞുകൊണ്ടുള്ള ദീർഘ നിശ്വാസമാണ് ഉസാസം. രാധ ആലിംഗനം ചെയ്യുന്ന സമയത്ത് ദീർഘവിശ്വാസം വിടുന്നു, വളരെ സുഗന്ധം നിറഞ്ഞ ദീർഘനിശ്വാസം. ഒരു അന്തുമേ ഏക്ക് സാർത്ഥക ശിഥിൽ മൗനസെ, അങ്ങനെ അവസാനം ആലിംഗനവും കാമലീലയും കാമവാസനയൊക്കെ കഴിഞ്ഞതിന് ശേഷം വളരെ അർത്ഥവത്തായ ശിഥില മൗനത്തോടു കൂടി സ്വയം അലിഞ്ഞു ചേരുന്നതാണ് അർത്ഥമാക്കുന്നത്. ആബാദ് ഹോ ജാത്ത ഹെ, ആബാദ് ഹോന എന്ന് പറഞ്ഞാൽ പുനർവസിക്കുക അല്ലെങ്കിൽ കോലാഹലോന, സ്വയം അലിഞ്ഞു തീരുക. രചനാക്കിത്തര, സൃഷ്ടിക്കിത്തര, രചനയെ പോലെ, വീണ്ടും രചിക്കുന്നത് പോലെ, സൃഷ്ടിയെ പോലെ. അതായത് സൃഷ്ടി വീണ്ടും നടക്കുന്നു, വീണ്ടും സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഓർമ്മ ഫിർ തക്ക് കർ സോ ജാത്തി, പിന്നെ വീണ്ടും ക്ഷീണിച്ച്, ആ പ്രേമക്രീഡയൊക്കെ കഴിഞ്ഞതിന് ശേഷം രാധ വീണ്ടും ക്ഷീണിച്ച് ഉറങ്ങുന്നു. അച്ഛേത് സജ്ഞാഹീൻ, ബേഹേഷ് ഹോക്കർ, ചേതനയറ്റ ശരീരം പോലെ. ഓർ ഫിർ വഹി ചാരോ ഓർ ഫൈല ഗഹര അന്ധേര, വീണ്ടും നാല് ഭാഗത്തും അന്ധകാരം പരക്കുന്നു. ഒരു അത്താഹ് സുനാപ്പൻ, വളരെ ഡീപ്പായിട്ടുള്ള, അത്താഹ് എന്ന് പറഞ്ഞാൽ ഡീപ്പ്, സുനാപ്പൻ എന്ന് പറഞ്ഞാൽ ശൂന്യത. ഓർ തും ഫിർ മുജെ ജഗാത്തെ ഹോ, ആ ശൂന്യതയിൽ, ആ അന്ധകാരം നിറഞ്ഞ, നാല് ഭാഗത്തും അന്ധകാരം നിറഞ്ഞ ആ ഇരുട്ടിൽ വീണ്ടും നീ എന്നെ ഉണർത്തുന്നു. സൃഷ്ടിയുടെ പ്രവൃത്തി അവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. അതിനവസാനമില്ല. और ये प्रवाह में बहती हुई तुम्हारी असंख्य सृष्टियों का क्रम, महज हमारे गहरे प्यार, प्रगाढ़ विलास और अतृप्त क्रीड़ा की अनंत पुनरावृत्तियाँ है. ओ मेरे सृष्टा, तुम्हारे संपूर्ण अस्तित्व का अर्थ है मात्र तुम्हारी सृष्टि, तुम्हारी संपूर्ण सृष्टि का अर्थ है मात्र तुम्हारी इच्छा, और तुम्हारी संपूर्ण इच्छा का अर्थ हूँ केवल मैं, केवल मैं, केवल मैं. और ये प्रवाह में बहती हुई तुम्हारी असंख्य സൃഷ്ടിയോं का क्रम, ഈ പ്രവാഹത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നിൻ്റെ അസംഖ്യമായ സൃഷ്ടികളുടെ ക്രമങ്ങൾ. മഹജ് ഹമാരെ ഗഹരെ പ്യാർ, നമ്മുടെ കേവലം ഡീപ്പായിട്ടുള്ള സ്നേഹം മാത്രം. പ്രഗാഢ് വിലാസ് എന്ന് പറഞ്ഞാൽ പ്രേമവിലാസമാണ്, വളരെ കാമലീലകളും പ്രേമവിലാസം. ഒരു അതൃപ്ത ക്രീഡാക്കി അനന്ത പുനരാവർത്തിയാം ഹേ, ഇതൊക്കെ
ഒരിക്കലും അവസാനിക്കാത്ത പ്രേമക്രീഡകളുടെ അനന്തമായ ആവർത്തികളാണ്. ഓ മേരെ സൃഷ്ട, എൻ്റെ സൃഷ്ടാവേ, തുമാരി സമ്പൂർണ്ണ അസ്തിത്വ का अर्थ है, നിൻ്റെ സമ്പൂർണ്ണ അസ്തിത്വത്തിൻ്റെ അർത്ഥമാണ് മാത്ര തുമാരി സൃഷ്ടി, കേവലം നിൻ്റെ സൃഷ്ടി. അതുപോലെ തുമാരി സമ്പൂർണ്ണ സൃഷ്ടി का अर्थ है മാത്ര തുമാരി ഇച്ഛ, നിൻ്റെ സമ്പൂർണ്ണ സൃഷ്ടിയുടെ അർത്ഥം കേവലം നിൻ്റെ ആഗ്രഹങ്ങളാണ്. ഒരു തുമാരി സമ്പൂർണ്ണ ഇച്ഛ का अर्थ हूँ, അതുപോലെ നിൻ്റെ സമ്പൂർണ്ണ ആഗ്രഹങ്ങളുടെ അർത്ഥമാണ് കേവൽ മേ, കേവലം ഞാൻ, കേവൽ മേ, കേവലം ഞാൻ, കേവലം മേ, കേവലം ഞാൻ. അതായത് ഈ സൃഷ്ടിച്ചതൊക്കെ, അതിൻ്റെയൊക്കെ അർത്ഥം, പ്രകൃതിയിലെ ഓരോ മാറ്റങ്ങളുടെയും അർത്ഥം അത് രാധയാണ് എന്നാണ് പറയുന്നത്. എല്ലാ സൃഷ്ടിയുടെയും പങ്കാളി രാധയാണെന്നാണ് ഇവിടെ രാധ വ്യക്തമാക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.